ദേശീയ ജനാധിപത്യ സഖ്യം 2047 മുൻപിൽ കണ്ടുകൊണ്ട് രാജ്യം അതിന്റെ 100ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വർഷത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഏറെ പ്രത്യാശ നൽകുന്ന, പ്രതീക്ഷ നൽകുന്ന, സാധാരണ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഒരു പ്രകടന പത്രിക പുറത്തിറക്കിയപ്പോൾ രാജ്യത്തെ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസ് ഒരു വിനാശകരമായ മാനിഫെസ്റ്റോയാണ് പുറത്തിറക്കിയിരിക്കുന്നത്. ദേശീയ ജനാധിപത്യ സഖ്യം ആശ്വാസകരമായ മാനിഫെസ്റ്റോ പുറത്തിറക്കിയപ്പോൾ കോൺഗ്രസ് വിനാശകരമായ മാനിഫെസ്റ്റോയാണ് പുറത്തിറക്കിയത്. അതോടൊപ്പം തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ റോളൊന്നുമില്ല എങ്കിലും ഇടതുപക്ഷവും അവരുടേതായ ഒരു പ്രകടന പത്രിക പുറത്തിറക്കിയിട്ടുണ്ട്. കേരളത്തിലെ പ്രധാന കക്ഷി എന്ന നിലയിൽ CPM-ന്റെ പ്രകടന പത്രികയെ കൂടി ജനങ്ങൾ വിലയിരുത്തണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ 3 പ്രകടന പത്രികകളും സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ അതിൽ കോൺഗ്രസിന്റേതായ പ്രകടന പത്രികയും CPM-ന്റെ പ്രകടന പത്രികയും ഈ രാജ്യത്തെ ജനങ്ങളെ മതത്തിന്റെ പേരിൽ വിഭജിച്ച് രാഷ്ട്രത്തെ തന്നെ നശിപ്പിക്കാൻ ഉള്ള ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന പ്രകടന പത്രികയാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാകും. കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഏകദേശം 48 പേജുള്ള ന്യായപത്ര എന്ന പേരിലാണ് പുറത്തിറക്കിയിരിക്കുന്നത്. അതിലെ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ: മതന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക വായ്പ, അവർക്ക് തൊഴിൽ പരിശീലനത്തിന് മതന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക പദ്ധതി, അവരുടെ വിദ്യാഭ്യാസത്തിന് പദ്ധതി, ആരോഗ്യരക്ഷയ്ക്ക് പദ്ധതി എന്നു മാത്രമല്ല, അതിലേറ്റവും കൗതുകകരമായി തോന്നിയത് സർക്കാരിന്റെ പബ്ലിക് വർക്കുകൾ കരാറ് കിട്ടുന്നതിന് മതന്യൂനപക്ഷങ്ങൾക്ക് കിട്ടുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും എന്നുപോലും കോൺഗ്രസിന്റെ പത്രികയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ പബ്ലിക് വർക്ക് കോൺട്രാക്റ്റുകൾ, സ്പോർട്സ്, സ്കിൽ ഡെവലപ്മെന്റ് ഇവയൊക്കെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വീതം വയ്ക്കുമെന്നാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക പറയുന്നത്. എന്ന് മാത്രമല്ല, മതന്യൂനപക്ഷങ്ങൾക്ക് രാജ്യത്ത് പ്രത്യേക വ്യക്തി നിയമം നടപ്പാക്കുമെന്നും കോൺഗ്രസ് വാഗ്ദാനം ചെയ്തു. അതേസമയത്ത് CPIM-ന്റെ പ്രകടന പത്രിക അല്പം കൂടി കടന്ന ഒരു പ്രകടന പത്രികയാണ്. അവരെ കൊണ്ട് പ്രത്യേകിച്ച് റോളൊന്നും രാജ്യത്ത് നിർവഹിക്കാനില്ല എങ്കിലും അപ്പുറത്തെ വീട്ടിൽ തേങ്ങ ഉടയ്ക്കുമ്പോൾ ഒരു ചിരട്ടയെങ്കിലും നാം ഉടയ്ക്കണ്ടേ എന്ന ന്യായം കൊണ്ടായിരിക്കും CPM-ഉം ഒരു പ്രകടന പത്രിക പുറത്തിറക്കിയിട്ടുണ്ട്. അതിലെ പ്രധാന നിർദ്ദേശം എല്ലാം റദ്ദാക്കും എന്നാണ് അവർ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, രാജ്യത്തിന്റെ ആണവായുധങ്ങൾ നിർവ്യാപനം ചെയ്യും. രാജ്യത്തിന്റെ ആണവായുധങ്ങൾ നിർവ്യാപനം ചെയ്യും എന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം. അതോടൊപ്പം തന്നെ പറയുന്നു, CAA പിൻവലിക്കും, UAPA റദ്ദാക്കും, ഗവർണർ പദവി റദ്ദാക്കും, NEP രാജ്യം മുഴുവൻ 2 കൈയും നീട്ടി സ്വീകരിച്ച ദേശീയ വിദ്യാഭ്യാസ നയം റദ്ദാക്കും എന്ന് മാത്രമല്ല, മണി ലോണ്ടറിംഗ് ആക്ട്, കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം പോലും റദ്ദാക്കുമെന്നാണ് CPIM-ന്റെ വാഗ്ദാനം. നമ്മൾ നോക്കൂ, ഇതിനകത്ത് 1-2 കാര്യങ്ങൾ എടുത്തു പറയാനുള്ളത്. CAA റദ്ദാക്കുമെന്നാണ് CPM-ന്റെ പ്രകടന പത്രിക പറയുന്നത്. അപ്പോ നമ്മുടെ മുഖ്യമന്ത്രിയുടെ വാഗ്ദാനം വെള്ളത്തിൽ വരച്ച വരയായി എന്ന് നമുക്ക് മനസ്സിലായി. CAA നടപ്പാക്കില്ല എന്ന് പറഞ്ഞത് അവരുടെ പ്രകടന പത്രിക തന്നെ സമ്മതിച്ചിരിക്കുകയാണ് രാജ്യത്ത് CAA നടപ്പായി എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ റദ്ദാക്കുമെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ എന്തിനാണ് ഈ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമമൊക്കെ റദ്ദാക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ ഇത്തരത്തില് രാജ്യത്തെ മുഴുവൻ മതത്തിന്റെ അടിസ്ഥാനത്തില് രാജ്യത്ത് വിനാശകരമായ സാഹചര്യം പ്രോത്സാഹിപ്പിക്കുന്നതിനാവശ്യമായ പ്രകടന പത്രികയാണ് CPIM പുറത്തിറക്കിയിരിക്കുന്നത്. നമുക്ക് ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ ഇത്തരം കള്ളപ്രചരണങ്ങളിൽ വീഴാതെ എന്താണ് ഈ രാജ്യത്തിന് ആവശ്യമായ കാര്യങ്ങൾ, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുൻപോട്ടേക്ക് വെക്കുന്നത്, ആ പ്രസ്ഥാനത്തിന് വോട്ട് ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.